ഹായ് ഹലോ. ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ടിങ് വീഡിയോയിൽ എല്ലാം ക്ലിയർ ആയിട്ട് കട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ യോക്ക് പോർഷനായിട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോക്ക് പോർഷൻ്റെ മെയിൻ ക്ലോത്ത് നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം ചേരുന്ന രീതിയിൽ വെക്കുക കേട്ടോ. അപ്പോൾ ലൈനിങ് ക്ലോത്ത് പിന്നെ സാധാരണ സാറ്റൺ നല്ലല്ലോ, കോട്ടൺ ആയ കാരണം നല്ല വശം പൊട്ട വശമൊന്നുമില്ല. അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതേപോലെ ലൈനിങ് ക്ലോത്ത് വെക്കുക. അതിന് ശേഷം നെക്കിൻ്റെ സൈഡിൽ കൂടി നെക്ക് റൗണ്ടും അതേപോലെ തന്നെ സ്ലീവ് റൗണ്ടൊക്കെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ആ എക്സ്ട്രാ നിൽക്കുന്ന പീസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ലൈനിങ് ക്ലോത്തിൽ മാത്രമേ നെക്കും ആം ഹോളും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇനി മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി മെയിൻ ക്ലോത്തിൽ എക്സ്ട്രാ നിൽക്കുന്ന പീസുകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റുക. അതിന് ശേഷം ഓരോ കട്ടുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗങ്ങളിലും. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കത് മറിച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലത്തെ കട്ടുകൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കട്ടുകൾ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മറിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്യണം കേട്ടോ. അപ്പം ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിങ് തന്നെയാണ്. കാരണം നെക്കൊക്കെ ഫിനിഷോട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് കൂടെ അങ്ങനെ സ്റ്റിച്ചും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് അയൺ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ഭാഗം കൂടിയും അത് ഓപ്പോസിറ്റ് സൈഡും കൂടി അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ നെക്കും ആം ഹോളും ഒക്കെ ഇതേപോലെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പം നമ്മൾ സ്ലീവ്ലെസ് അല്ല, സ്ലീവ് ചെറിയൊരു ഇതിലാണ് കൊടുക്കുന്നത്. പക്ഷേ എന്നാലും ആം ഹോൾ ക്ലിയർ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതും ഇതേപോലെ ഇതിന് നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ സ്ലീവും നെക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഓരോരോ കട്ടുകളും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ട് മറിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യണത്. അതിന് ശേഷം അത് മറിച്ചെടുത്തിട്ട് ഇതേപോലെ ഷോൾഡറൊക്കെ നല്ല നീറ്റായിട്ട് ഫസ്റ്റ് അയൺ ചെയ്യണം കേട്ടോ. അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷോൾഡറിൽ കൂടെ ജസ്റ്റ് ഒരു ഷോൾഡറിൻ്റെ അറ്റത്തിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കട്ടെ വെറുതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പീസും അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള പീസും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കൊണ്ട് ഈ ഉള്ളിൽ വെക്കുന്ന ഈ ഭാഗം മടങ്ങി പോവാതെ അതുപോലെ നമുക്കത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോൾഡർ കൂടെ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇനി ഞാൻ ഫ്രില്ല് ഇടുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഞാനിപ്പോൾ ഈ ഗ്യാദറിങ് ഫുട്ട് വെച്ചിട്ടാണ് കേട്ടോ ഫ്രില്ലിട്ടെടുക്കുന്നത്. കാരണം നമ്മൾ അത്രയും 1 മീറ്റർ ക്ലോത്തും കൊണ്ടാണല്ലോ ഈ ഒരു ഫ്രോക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള മെറ്റീരിയലൊന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഫ്രീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മെഷീനിൽ ഗ്യാദറിങ് ഫുട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്ലീവിലും ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്രീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ ഇപ്പം ജോയിൻ ചെയ്യുന്നത് യോക്ക് പോർഷൻ്റെ ഒരു ഭാഗം നമ്മൾ അടിച്ചിട്ട് മറിച്ചെടുത്തിട്ടില്ല, പൊട്ട വശം തന്നെ ഇരിക്കുന്നത്, അടിച്ച പോലെ തന്നെ ഇരിക്കുന്നത്. മറ്റേ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്ത് എടുത്തതിന് ശേഷം ആ ഒരു പീസിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗം വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരു യോക്ക് പോർഷൻ ഒരു പോർഷൻ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട്, മറ്റേ ഒരു ഭാഗം നമ്മൾ മറിച്ചെടുത്തിട്ടില്ല. അപ്പോൾ മറിച്ചെടുക്കാത്തതിൻ്റെ ഉള്ളിൽ കൂടെ മറിച്ചെടുത്ത ആ ഒരു പീസിൻ്റെ ഷോൾഡർ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കിട്ടും കേട്ടോ. നമുക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമ്മൾ ഓവർലോക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ മാത്രമേ ചെയ്യണുള്ളൂ, ബാക്കിയെല്ലാം തയ്യൽ തുമ്പ് കാണുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടെടുക്കുക. അതുപോലെ 2 സൈഡും ഷോൾഡർ ജോയിൻ ചെയ്തിട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ആ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിനെ അത്യാവശ്യം നമുക്ക് മാക്സിമം വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് താഴേക്ക് ആക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നെക്കിലും ആം ഹോളിലുള്ള ആ ഭാഗത്തൊക്കെ നമ്മൾ ലൈനിങ് തുണി പുറത്തേക്ക് ഇങ്ങനെ കാണില്ല കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട്
കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്തിട്ട് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ സ്ലീവിൻ്റെ എൻഡ് വശം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് വിചാരിച്ചു ഞാൻ റോളറിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയും ചെയ്യണത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കുക. എപ്പോഴും സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് കറക്റ്റാക്കിയിട്ട് മാറ്റുക. അതായത് നമ്മൾ യോക്ക് പോർഷനിലേക്ക് കംപ്ലീറ്റും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണ പോലെ അറ്റാച്ച് ചെയ്യുന്നത് മോൾ ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു ഫ്രില്ല് പോലെ വന്നിട്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ടാണ് ഈ സ്ലീവിൻ്റെ ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ബാലൻസ് പീസ് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആ സ്ലീവ് പെടില്ല കേട്ടോ ഷേപ്പ് ചെയ്യുമ്പോൾ. ശേഷം ഈ ബാക്കിൽ കെട്ടാനുള്ള ടൈയാണ് നമ്മൾ ഇതാക്കുന്നത്. ഇതേപോലെ ഞാൻ ഒരു 2 ഇഞ്ചിൻ്റെ പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് മറിച്ച് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ആ ഒരു സൈഡ് അടിച്ച് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവറോ എങ്ങനെ മറിച്ചെടുക്കുക വെച്ചാൽ അതിപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് മറിച്ചെടുക്കാറ്. അപ്പോൾ അത് മറിച്ചെടുക്കുക കേട്ടോ. അതേപോലെ 2 സൈഡും 2 ടൈം ഇതേപോലെ ചെയ്യുക. രണ്ടും മറിച്ചെടുക്കുക, സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഇതേപോലെ ആക്കി ഫ്രില്ലിടലും അതേപോലെ തന്നെ യോക്ക് പോർഷനും അതേപോലെ സ്ലീവിൻ്റെയും എല്ലാ ഭാഗങ്ങളും ഫസ്റ്റ് തന്നെ നമ്മൾ ഇതേപോലെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ നല്ല എളുപ്പമായിട്ടുണ്ടാവുക. കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷേപ്പ് ചെയ്യാനായിട്ട് ചെയ്യണത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഷേപ്പ് ചെയ്തിട്ട് ഫുൾ അങ്ങനത്തെ രീതിയിലല്ല ചെയ്യണത്. ഇപ്പോൾ ഞാനൊരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് താഴെ ഷേപ്പ് ചെയ്തിട്ട്. എന്നിട്ട് നമ്മളുടെ യോക്ക് പോർഷൻ്റെ മുകളിൽ ഫ്രില്ല് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞാൻ കംപ്ലീറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ യോക്കിൻ്റെ അടിയിൽ ഫ്രില്ല് വെച്ചിട്ട് ആ പീസ് വെച്ചിട്ട് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം ലൈനിങ്ങും ഇതേപോലെ ലൈനിങ്ങിൽ വലിയ വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇട്ട് ലൈനിങ് ക്ലോത്തിൽ വലിയ വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ചെയ്തിട്ട് അതും ഇതിന് മുകളിൽ ഇതേപോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സിലൊക്കെ നമ്മൾ ഏകദേശം ഒരു ഇതിൽ ഇട്ട് കൊടുത്താൽ മതി പ്ലീറ്റ്സൊക്കെ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ യോക്ക് പോർഷൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓരോ പ്ലീറ്റ്സ് അവിടെ ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈനിങ്ങിൻ്റെ കാര്യത്തിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അളവെടുത്തിട്ടൊന്നല്ല ഇപ്പോൾ ഞാൻ ലൈനിങ്ങിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഓരോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം എന്നുള്ളൂ. ഇനിയിപ്പോൾ ഡിഫറൻസും കാര്യങ്ങളും വരുമ്പോൾ അപ്പോൾ അത് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ യോക്ക് പോർഷനിൽ നമ്മൾ ഫസ്റ്റ് ഫ്രില്ലിട്ടിട്ടുള്ള ആ ഒരു പീസ് വെച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് ഈ ഫ്രോക്ക് ഇതിപ്പോൾ അത്രയും സിമ്പിളായ രീതിയിലാണ് ഇപ്പോൾ കേട്ടോ കാണിക്കുന്നത്. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് യോക്ക് പോർഷൻ ഫിനിഷ് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഫ്രില്ലും കാര്യങ്ങളൊക്കെ അതൊക്കെ കുറച്ചും കൂടി പഠിച്ച് കുറച്ചും കൂടി നന്നായി അറിയുന്ന ആൾക്കാർക്കാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. പെറ്റിക്കോട്ടാണെങ്കിലും ഡ്രസ്സ് കിഡ്സിൻ്റെ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് അത് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ വള്ളി അത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്ന ടൈ ഉണ്ടല്ലോ, അപ്പോൾ അത് ഏകദേശം അളവ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഷേപ്പ് ചെയ്തിട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ചിട്ട് വെറുതെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഷേപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എപ്പോഴും ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടി ഒരുമിച്ചിട്ട് ഷേപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ചുരുണ്ട് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും മെയിൻ ക്ലോത്ത് സെപ്പറേറ്റും അതേപോലെ ലൈനിങ്ങും സെപ്പറേറ്റും ആയിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതുപോലെ ഇത് പല മെത്തേഡിലും ചെയ്യും. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്, ഞാൻ ഫസ്റ്റ് നമ്മുടെ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ചും കൂടി എത്തുമ്പോൾ മെല്ലെ നമ്മൾ മെയിൻ ക്ലോത്തിന് ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഈ സൈഡ് ഇതുപോലെ ലൈനിങ് ക്ലോത്ത് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ലൈനിങ് ക്ലോത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് ഞാൻ കൊടുക്കാറ്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും കസ്റ്റമർ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഡബിൾ സ്റ്റിച്ച് അങ്ങനെ കൊടുക്കുക. ഓവർലോക്ക് ചെയ്താലും അങ്ങനെ എപ്പോഴും കൊടുക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ അതേപോലെ ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അടിഭാഗം മടക്കിയടിക്കാനൊക്കെ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഒരുമിച്ച് ആവാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. പിന്നെ അടിഭാഗമൊക്കെ മടക്കിയടിച്ചതിന് ശേഷമാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കും, അങ്ങനെയും ചെയ്യുക. പക്ഷേ എപ്പോഴും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചുരുണ്ട് നിൽക്കാതെ ഒക്കെ സൈഡ് വശമൊക്കെ നല്ല വൃത്തിയിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സൈഡും ഇതേപോലെ ലൈനിങ്ങും നല്ല മെയിൻ ക്ലോത്തും ഒക്കെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിഭാഗം ഇതുപോലെ മടക്കി അടിക്കുക കേട്ടോ. അപ്പോൾ റോൾ ഹെമ്മിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും. ഫ്രോക്കിൻ്റെ ഒക്കെ താഴെ എപ്പോഴും അത് തന്നെ നല്ലത്. അപ്പോൾ ഞാനത് എനിക്ക് മെഷീനും കാര്യങ്ങളൊന്നും ഞാൻ അവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നതൊക്കെ ചെയ്യണ്ടേന്നുള്ളൊരു മടിക്ക് ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ റോൾ ഹെമ്മിങ് കൊടുത്താലും നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ രീതിയിൽ വീതി കുറച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലൈനിങ് ക്ലോത്തും ഇതേപോലെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മളിങ്ങനെ ഇതിലേക്കൊരു കുഞ്ഞും ബോവും കൂടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ചെയ്യണില്ല, പിന്നെ സിമ്പിളായിട്ടാണ്. അപ്പോഴേക്കും മോള് വന്നു, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവളെ കുഞ്ഞിക്കാലാണ് മിഷീൻ്റെ മുകളിൽ കാണുന്നത്. അപ്പോൾ അവളങ്ങനെ വന്നിട്ട് വാശി പിടിക്കുകയായിരുന്നു കേട്ടോ. പിന്നീട് ഇതിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് എണീറ്റ് പോയി. പിന്നെ അത് ഫിനിഷ് ചെയ്യുക വേറൊരു ടൈമിൽ കേട്ടോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ലേസ് വെക്കണമെന്നൊക്കെ നോക്കുമായിരുന്നു. എനിക്ക് പറ്റിയ ലേസ് ഉണ്ട്, അപ്പോൾ ലേസ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ നോക്കിയപ്പോൾ നോക്കുമ്പോൾ ലേസും കാര്യങ്ങളൊന്നും പിന്നെ അതിക്ക് വെക്കേണ്ട തോന്നി. എനിക്ക് സിമ്പിളായി നല്ലത് തോന്നി. അങ്ങനെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള ബോവും കൂടി സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നേരത്തെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പീസ്, ഇതേപോലെ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പീസിൻ്റെ ഫസ്റ്റ് ഇതേപോലെ വെക്കുക, സെൻറ്റർ ഭാഗം മടക്കിയിട്ട് മോൾ ഭാഗം ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ സെൻറ്റർ ഭാഗം ഗ്യാപ്പ് ഇടണം കേട്ടോ. ആ മടക്കിയ പീസിൻ്റെ മോൾ ഭാഗം അടിഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. സെൻറ്റർ ഭാഗം നമ്മൾ ഒരു സ്റ്റിച്ച് അവിടെ കുറച്ച് വിട്ടിട്ട് വേണം അങ്ങനെ ചെയ്യാൻ കേട്ടോ. അതിന് ശേഷം അതൊന്ന് ഇതേപോലെ മടക്കിയിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻട്രൽ പോർഷനിലേക്ക് ആവുന്ന രീതിയിലാക്കിയിട്ട് മടക്കുക കേട്ടോ. അതിന് ശേഷം ഇതേപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യണത്. നമ്മൾ ആ ഫസ്റ്റ് സെൻറ്റർ ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഇട്ടത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ മോൾ ഭാഗം അടിഭാഗം ഇതേപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കൂടെ ഈ ബോണിൻ്റെ ഇത് മറിച്ചിട്ട് നല്ല വശം പുറത്തേക്ക് എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ സൈഡ് വശമൊക്കെ നന്നായി ക്ലിയർ ആയിട്ട് എടുക്കണം. അതായത് ആ 4 മൂലകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കുത്തിയിട്ട് ഉള്ളിലേക്ക് നിന്ന് പുറത്തേക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മടങ്ങിയിരിക്കും, അപ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കുത്തി നല്ല ഇതിൽ എടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളതൊന്ന് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം ചെയ്യണത്. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതൊരു നൂല് വെച്ചിട്ട് സെൻറ്റർ ഭാഗം നമ്മൾ നൂല് വെച്ചിട്ട് കെട്ടുക. അതിന് ശേഷം ഒരു കുഞ്ഞ് പീസ് എടുത്താൽ നൂല് വെച്ച് കെട്ടിയിട്ടില്ല, ആ ഒരു ഭാഗത്ത് വേറൊരു പീസ് വെച്ചിട്ട് നമ്മൾ സൂചി നൂലും വെച്ചിട്ട് തുന്നിയാണ് ചെയ്യുന്നത്. പിന്നെ അത് ഫ്രോക്കിലേക്കും അതേപോലെ തന്നെ സൂചി നൂലും വെച്ചിട്ട് തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫ്രോക്ക്.